അയ്യോ, ഇതാരും റോസമ്മേ. എന്റെ ഈശോ, എന്ത് പറ്റി തിരിച്ചു വരാൻ? തെറ്റിദ്ധാരണകളൊക്കെ തീർന്നോ? മാറി നിൽക്കും മനുഷ്യ. മോളെ നിന്ന്. എടി, എന്താ സംഭവിച്ചത്? ശ്രീകുമാരങ്ങൾ വന്നിരുന്നു. മമ്മിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. പപ്പയുടെ ഒരു പുളു മുഴുവനും പച്ചക്കള്ളം. എടി റോസമ്മേ, ക്ഷമിക്കടി. അന്ന് വെള്ളപ്പുറത്ത് പറഞ്ഞു പോയതാടി. കള്ള് തലയ്ക്ക് പിടിച്ച വെച്ച് കിരിക്കൊള്ളും. വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ. എടി, ഹിറ്റ്ലർ സിനിമയിലെ മഴ സീൻ ഇങ്ങനെ. അതെ, ഇനി ഈ കുടുംബത്തിൽ മഴയെ പറ്റി മിണ്ടിപ്പോകരുത്. ഇല്ല. പറഞ്ഞേക്കാം. പെണ്ണുങ്ങളില്ലാതെ ഈ വീട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എന്റെ ഈശോയെ, ഇനി അടുക്കള ഏത് പരുവത്തിലാണാവോ? എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. ഞാൻ തുറന്നോളാം. ഒരു മിനിറ്റ് ഇരിക്കട്ടെ. ടിപ്പായിട്ട് കരുതിയാ മതി. കാർ അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യാം. അതെ, ജാങ്ങളുടെ കളഞ്ഞ് തൊഴുത് നല്ല ടിപ്പ് കിട്ടുന്ന പണിയാ. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ പോട്ടെ. അല്ല, ഇന്ന് താൻ അച്ചി വീട്ടിൽ പോണെന്നല്ലേ പറഞ്ഞത്? അതെവിടെയാ? കുറച്ച് ദൂരെയാ, കാഞ്ഞിരപ്പള്ളി. ഒരു മാസം ശമ്പളം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെയോ? അത് കിട്ടിയ സുജയ മോളെ ഇന്ന് തന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരണം. ഓ, അത് ശരി. പോട്ടെ. നമസ്കാരം. നമസ്കാരം. ആരാ? മനസ്സിലായില്ലല്ലോ. ശ്രീകുമാർ കേട്ടിട്ടുണ്ടാവും. MG ശ്രീകുമാറാണോ പാട്ടുകാരൻ? പാട്ട് പാടും, പക്ഷെ MG ശ്രീകുമാർ അല്ല, G ശ്രീകുമാർ, ഇവിടത്തെ ലീനയുടെ ഭർത്താവ്. ഓ, അത് നിങ്ങളാണോ? ആ. ഞാൻ അകത്തുനിന്ന് ആരെങ്കിലും വിളിക്കാം. എന്താണാവോ? സുജയും മോളും. സുജയോ? അത് നിന്റെ ഭാര്യ. എന്റെ മോള് ലീന ജേക്കബ്. അവൾ അകത്തുണ്ട്. എന്താ കാര്യം? ഞാനിപ്പോ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. അറിഞ്ഞു. കലക്ടറൊന്നും അല്ലല്ലോ. ജോലി കിട്ടിയെന്ന് ഒരു ചളുപ്പില്ല അവൻ നിൽക്കുക. വെറും പാറാവുകാരനല്ലേ? ഒരു ബാർ ഹോട്ടലിലെ പാറാവുകാരന്റെ കൂടെ ജീവിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അവള് വരും. വിളിച്ചു നോക്ക്. നിക്ക്. എന്റെ വീടിനകത്തോട്ട് കയറണ്ട, ഞാൻ പറഞ്ഞു വിടാം. മോള്? അവൾക്ക് സുഖം. അല്ല, പഠിത്തമൊക്കെ? ഇവിടെ സെയിന്റ് ആന്റണീസിലാണ്. എന്നെ പറ്റി ചോദിക്കാറില്ലേ? ഉവ്വ്. അച്ഛൻ ജോലിക്ക് പോയേക്കുവാ. തിരിച്ചു വന്ന അമ്മയും മോളെയും അച്ഛന്റെ ജോലി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെയാ പറഞ്ഞേക്കുന്നേ. അവളത് വിശ്വസിച്ചിരിക്കുക. ഇരുന്നാ ഒരു ചായ എടുക്കാം, കുടിച്ചിട്ട് പോ. വേണ്ട, ഞാൻ ഇറങ്ങാം. മോൾ കൊടുത്തേക്ക്. സുജയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരുപക്ഷെ എന്റെ ഇപ്പോഴത്തെ സെക്യൂരിറ്റി പണി അവൾക്ക് അവളുടെ വീട്ടുകാർക്ക് പിടിച്ചില്ലായിരിക്കാം. എടാ, എല്ലാ ജോലിക്കും അതിന് അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്. ഇതൊന്നുമല്ല ചായ. ആ ടോമി, അവൻ ഒറ്റൊരുത്തനെ അതിന്റെയൊക്കെ പുറകില്.
അവനൊരു 100 രൂപ വെച്ച് എന്റെ മുഖത്തേക്ക് നീട്ടിയപ്പോ തന്നെ എനിക്ക് തോന്നിയതാ ഇതൊക്കെ കൊളാവുന്നു. ഒരു എനിക്കറിയായിരുന്നു താൻ ഇവിടെ ഉണ്ടാവുമെന്ന്. മനസമാധാനം നഷ്ടപ്പെട്ടവൻ ഇവിടെ അല്ലാതെ എവിടെ പോവാൻ, അല്ലേ? റോയ്ച്ചനല്ലേ? അതെ. ലീന പറഞ്ഞറിയാം. ടോമി ഈപ്പൻ ദേവസ്. എനിക്ക് ഇയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. റോയ്ച്ചനും കേൾക്കാം. എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല. നിങ്ങൾ വന്ന സ്ഥലവും സമയവും ഒന്നും ശരിയല്ല. ടോമി ചെറുപ്പം ചെല്ല്. പോ. ശ്രീകുമാറെ, എന്താ പ്രശ്നം? അപ്പൻ, അമ്മ, പള്ളി, വിശ്വാസം എല്ലാം ഉപേക്ഷിച്ച് ഉറപ്പിച്ചു പറയാൻ പേരോ അഡ്രസ്സോ ഇല്ലാത്ത ഇയാളോടൊപ്പം ഇറങ്ങിപ്പോയപ്പോ ലീനയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞാനാ. എത്ര വന്നാലും ആണൊരുത്തന്റെ കൂടെയാണല്ലോ ഇറങ്ങിപ്പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ എടോ, ഒരു ജീവിതമേ ഉള്ളൂ. അത് ആണിനെ പോലെ ജീവിച്ചു തീർക്കുക. മനുഷ്യന് ഭീരുവാകാം, പക്ഷെ തന്നെ പോലെ അതുകൊണ്ടാണല്ലോ ആരും കാണാത്ത ഈ ഓണം കേറാ മൂലെ വന്ന് ഒളിച്ചു താമസിക്കുന്നത്. ഒളിച്ചു താമസിക്കൂ? ആ, എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല. അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. ഇരിക്കുന്നത് മദ്യത്തിന്റെ മുന്നിലായതുകൊണ്ട് ചിലപ്പോ ഇയാൾ മനസ്സ് തുറക്കും. പോട്ടെ റോജ, നല്ലതുപോലെ ഒന്ന് ആലോചിക്ക്. തനിക്കിപ്പോ എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ, കുഞ്ഞ്. ഇപ്പോഴും തനിക്ക് ഒരവസരം ബാക്കിയുണ്ട്. ഉത്തരവാദിത്വത്തോടെ താൻ ഏറ്റെടുത്ത ആ ജോലി പൂർത്തിയാക്കണം. ഭീരുവായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ധീരനായിട്ട് മരിക്കുക. രാജ്യം സ്മരിക്കും. യഥാർത്ഥത്തിൽ നീ ആരാണ്? എന്തിനാണ് ഒളിച്ചു താമസിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ടോമിച്ചൻ പറഞ്ഞത് 100% ശരിയാ. ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു. പക്ഷെ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എന്റെ നിവൃത്തികേടുകൊണ്ടാ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ ശരിക്കും. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഡിഗ്രി, കുറഞ്ഞ നാൾ കൊണ്ട് രാജ്യത്തെ മോസ്റ്റ് വാണ്ടഡ് ലീഗൽ ഹാക്കർ. എനിക്ക് കമ്പം കമ്പ്യൂട്ടർ ഹാക്കിംഗ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ആർമി സൈബർ സെല്ലിൽ ഞാൻ ജോയിൻ ചെയ്തു. जी साहब, आप जा सकते हैं. ശത്രു രാജ്യത്തിന്റെ ഏത് സൈറ്റിലും സഞ്ചരിക്കാനുള്ള ഒരു പ്രോഗ്രാം കോർഡിനേഷൻ. സൈന്യത്തിന്റെ കൂടെ സൈന്യത്തിലൊരാളായി ഞാനും. Boys, we have to be alert 24/7. Okay? Sir, you continue. पीछे move. Morning, sir. ഗുഡ് മോർണിംഗ്. Captain Satish. മേജർ ശ്രീകുമാർ. Welcome, sir. താങ്ക് യു. ഈ യൂണിറ്റിന്റെ കമാൻഡിംഗ് ഓഫീസർ വളരെ രസികനായ ഒരു മലയാളിയാ. ഹി ഈസ് ഗോയിങ് ടു സപ്പോർട്ട് യു, സർ. പാട്രിയോട്ടിസം തലക്കി പിടിച്ച ആളാണെങ്കിലും എന്താ പറയുക, ഷുഡ് സേ നോട്ടി ഓഫീസർ. So, Miss Cowell, do you get my point? No, sir. I didn't get you. See color? Coloring, painting, ചായം പൂശുക. Shaya? പൂശുക. Pushu? അങ്ങനെയും പറയാം. സംജ? Now you get my point? Yeah. Sir, Yes, please. please come. സർ. This is Major Srikumar for a cyber mission. Okay. Sir? आप बैठे जी. Please sit down, Miss Cowell. ഇരിക്കൂ. സർ. By the way, she is Captain Suneet Cowell and he is Major Srikumar. ഹായ് മാം. Hello, sir. ഞാൻ ഈ കൊച്ചിന് കുറച്ച് മലയാള പദങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. സർ. വളയ്ക്കുക, ഒടിക്കുക, പിന്നെ നമ്മുടെ നാട്ടുകാരെ സ്ഥിരം പറയുന്ന ഒരു വാക്കുണ്ടല്ലോ പൂശുക.